ഖമൈനിയുടെ പിൻഗാമി ക്രൈസ്തവ പീഡനങ്ങൾക്ക് മൂർച്ച കൂട്ടിയേക്കാമെന്ന് ആശങ്ക. ടെഹ്റാൻ. ഇറാന് പരമോന്നത ഇസ്ലാമിക നേതാവ് അയത്തുള്ള ഖമേനിയുടെ മരണത്തിനു ശേഷം പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഖമേനിയുടെ മക്കൻ ഒമാജ്തബ ഖമേനി പിതാവിന്റെ പാത പിന്തുടരാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു. ഖമേനിയുടെ അടിച്ചമർത്തൽ നയങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രിസ്തുമതം വ്യാപകമായി പ്രചരിക്കപ്പെടുന്നും അതേസമയം ഇസ്ലാമിനെ പിന്തുടരുന്നവരുടെ എണ്ണം കുറഞ്ഞുവരുന്നുണ്ടെന്നും ഖാദിരി പറയുന്നു. ഇത്തരം ഉയർന്ന കണക്ക് പ്രകാരം ഇറാനിൽ 30 ലക്ഷം വരെ ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായവരുണ്ട്. അവർ രഹസ്യ ചർച്ചകളിൽ ഒത്തുകൂടുന്നു. ഈ വിശ്വാസികളുടെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. ഈ യുദ്ധം തുടർന്നാൽ 100 ദശലക്ഷം ഇറാനികൾ ഒരു വിനാശകരമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കപ്പെടാം. ഇത് ക്രൈസ്തവരെയും ബാധിക്കും. ഭരണകൂടം മാറി ഇറാൻ വിഭജിക്കപ്പെട്ടാൽ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സഹായത്തിനെത്തിയേക്കാം. അതുമല്ല, ഇപ്പോൾ ഇറാനെതിരെ ഒന്നിച്ചിരിക്കുന്ന ഇസ്രായേലും അറബ് രാജ്യങ്ങളും പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെട്ടേക്കാം. പഴയ പേർഷ്യൻ രാജ്യത്തിന്റെ ഒരു ഭാഗത്തിനായി പോരാടിയേക്കാം. ഖാദിരി ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. ദൈവമക്കൾ ഇറാനുവേണ്ടി ബെച്ചക്കം പ്രാർത്ഥിക്കുക.